എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ടുമുമ്പായിട്ട് ഒരു റാലിയിൽ പറഞ്ഞു, കേരളത്തിൽ BJP-ക്കാർ വോട്ട് ചെയ്യാൻ പോയാൽ ജീവനോടെ മടങ്ങുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ BJP-ക്കാർക്ക് ജീവിക്കാൻ രക്ഷയില്ലാത്ത അവസ്ഥ എന്നുള്ള മട്ടിലാണ് വാരാണസിയിലെ വോട്ടർമാരോട് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം ഇവിടെ അങ്ങനൊരു അവസ്ഥയില്ല എന്ന് അറിയാം. പക്ഷേ മോദി അവിടെ ചെന്ന് പറയുമ്പോൾ വാർത്ത അവിടെ മാത്രം അവസാനിക്കും, വേറെ ആരും അറിയില്ല എന്ന മട്ടിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. യാഥാർത്ഥ്യം എന്താണ്? ഇവിടെ ഏതെങ്കിലും BJP-ക്കാർക്ക് അരക്ഷിതാവസ്ഥയുണ്ടോ? മറിച്ചല്ലേ കാര്യങ്ങൾ. BJP എതിർക്കുന്നവർക്കും സംഘപരിവാറിനെ എതിർക്കുന്നവർക്കും നേരെയല്ലേ ഭീഷണികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ നരേന്ദ്രമോദി ഇങ്ങനൊരു കള്ളം എന്തിനാണ് വാരാണസിയിലെ വോട്ടർമാരോട് പറയുന്നത്? ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, എത്ര BJP-ക്കാർ വോട്ട് ചെയ്യാൻ പോയിട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും? കേരളത്തിൽ ഏറ്റവും സമാധാനപരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നു വന്ന വാർത്ത പോലും പ്രധാനമന്ത്രി അറിയുന്നില്ല എന്നുള്ളതാണ് ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ. ചിലപ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് നടന്നുവെന്ന് കരുതുന്ന പല സ്ഥലങ്ങളിലും താരതമ്യേന പോളിംഗ് കുറവായിരുന്നു. ഉദാഹരണം തിരുവനന്തപുരമാണ്. കുമ്മനം രാജശേഖരനെ പോലുള്ള ഒരു നേതാവ് മത്സരിക്കുന്ന സ്ഥലത്ത് BJP ഏറ്റവും അധികം പണം ചെലവിട്ട് രാജ്യത്തെ എമ്പാടും നിന്നുള്ള ശ്രദ്ധ പതിയുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും പോളിംഗ് കുറവായ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. അപ്പോൾ ഒരു പക്ഷേ ഇനി ജീവൻ നഷ്ടപ്പെടുമെന്ന് പേടിച്ച് BJP-ക്കാർ വോട്ട് ചെയ്യാൻ വരാത്തതാണോ ബാക്കിയുള്ളവർ? ബാക്കി 24% വോട്ടർമാർ ഇവിടെ വോട്ട് ചെയ്യാൻ വരാത്തത് ജീവൻ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് അവർ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയല്ലേ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്ത് കള്ളവും പറയുക, രാജ്യത്തെ ജനങ്ങളോട് കള്ളം പറയുക എന്ന് കള്ളം പറയുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മോഡിക്ക് ഭൂഷണമാണോ ഇത്? ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? സോഷ്യൽ മീഡിയയും വാർത്താമാധ്യമങ്ങളും എല്ലാം 24 മണിക്കൂറും കണ്ണു തുറന്നിരിക്കുന്ന ഒരു രാജ്യമാണ്, ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ ഇത്തരം കള്ളങ്ങൾ സൗകര്യപ്രദമായി തനിക്ക് 4 വോട്ട് കിട്ടാൻ വേണ്ടി ഉള്ള സ്ഥലങ്ങളിൽ പോയി ഈ കള്ളം പറയുന്നത് എന്ത് മാന്യതയാണ്? അതുപോലെ അദ്ദേഹം അവിടെ പറഞ്ഞു, താൻ പോസ്റ്റർ ഒട്ടിച്ച് നടന്ന ആളാണ്. എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിച്ച്, അത് ശരിയായിരിക്കാം, പോസ്റ്റർ ഒട്ടിച്ച് നടന്ന ആൾ തന്നെയായിരിക്കും. അദ്ദേഹം നേരത്തെ പറഞ്ഞു ചായക്കാരനായിരുന്നു, താൻ ചായക്കാരനാണ്, ചായ അടിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചതായിട്ട് ഒരാൾ പോലും ഇന്നുവരെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു ഞാനൊരു ചായവാല ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളായിരുന്നു, ചുവരുകൾ തോറും പോസ്റ്റർ ഒട്ടിച്ച് നടന്ന ആളായിരുന്നു. സ്വാഭാവികമാണ്, അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന എല്ലാ ആളുകളും പോസ്റ്റർ ഒട്ടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും വെയിൽ കൊള്ളുകയും ഒക്കെ ചെയ്ത് തന്നെയാണ് വരുന്നത്. പക്ഷേ വോട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള തരത്തിലുള്ള ഒരു അപഹാസ്യമായ രീതിയിൽ ഒരു പ്രധാനമന്ത്രി പെരുമാറുന്നത് രാജ്യത്തിന് തന്നെ, നമുക്കെല്ലാവർക്കും തന്നെ നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ്.